ജനജീവിതം ദുസ്സഹമാക്കുന്ന കൃത്രിമ ജലപാതയ്ക്കെതിരെ 28-ന് ബഹുജന മാർച്ച് നടത്തുന്നു. കണ്ണോത്തഞ്ചാലിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് താണയിലെ ഉൾനാടൻ ജലഗതാഗത ഓഫീസിന് മുൻവശത്ത് അവസാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയ ഉൾനാടൻ ജലഗതാഗത വികസനത്തിന്റെ പേരിൽ മാഹി വളപട്ടണം ജലപാത കടമ്പൂർ ചാല ആറ്റടപ്പ ചേലോറ മതുക്കോത്ത് വലിയന്നൂർ പ്രദേശത്തുകൂടി കടന്നുപോകുന്നതിന്റെ സർവേ നടന്നുവരികയാണ്. കൃത്രിമ ജലപാത നിർമ്മിക്കുമ്പോൾ 60 മീറ്റർ വീതിയിൽ സ്ഥലം കനാലിനു വേണ്ടിയും അനുബന്ധ ആവശ്യങ്ങൾക്ക് കൂടുതൽ സ്ഥലവും ഏറ്റെടുക്കുന്ന നടപടിയാണ് നടക്കുന്നത്. 44 പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഇനിയും ഒരു കൃത്രിമ ജലപാത ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കണം. ജലപാത ഉണ്ടാക്കുമ്പോൾ പദ്ധതി പ്രദേശത്തെ ഹെക്ടർ കണക്കിന് കരപ്രദേശമാണ് പാതയുടെ പേരിൽ കീറി മുറിക്കുന്നത്. ജലപാത വരികയാണെങ്കിൽ ആവശ്യമായ വെള്ളത്തിന് ഉപ്പുവെള്ളം തന്നെ ആശ്രയിക്കേണ്ടി വരും. പദ്ധതി പ്രദേശത്തെ ശുദ്ധജല ലഭ്യത നഷ്ടപ്പെടുകയായിരിക്കും ഫലം. മാർച്ച് 10 മണിക്ക് കണ്ണോത്തുംചാലിൽ നിന്ന് ആരംഭിച്ച് താണയിലെ ഉൾനാടൻ ജലഗതാഗത ഓഫീസിന് മുന്നിൽ അവസാനിക്കും. തുടർന്ന് ധർണയും നടത്തും. അവരെയൊന്നും വിളിച്ചിട്ടില്ല. അവിടെയും ജനങ്ങളുമായി സംവദിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു താല്പര്യങ്ങളുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ്. ഇടയ്ക്ക് പറയട്ടെ, മുഖ്യമന്ത്രി പറയുന്നത്, നമ്മുടെ ഭരണാധികാരി പറയുന്നത് ഇതൊരു സ്വപ്ന പദ്ധതിയാണ് എന്നാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ പറയുന്നത് സ്വപ്ന പദ്ധതിയായി തന്നെ നിലനിൽക്കണം. ഈ പദ്ധതി വന്നുകൂടാ. ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത, ജനങ്ങളോട് ചോദിക്കാത്ത, ജനങ്ങളുമായി സംവദിക്കാതെ ഈ പദ്ധതി നമുക്ക് ആവശ്യമില്ല. ഭാരവാഹികളായ KV ചന്ദ്രൻ, KM മോഹനൻ, രമേശൻ കൊറ്റക്കുന്ന്, രാജൻ കോരമ്പേത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.